ഞാനും പറഞ്ഞിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതിൻ്റെ 3-ാം ദിവസം പറഞ്ഞ ഒരു വീഡിയോ കോൾ, എനിക്കറിയത്തില്ല അത് വീഡിയോ കോൾ ആണെന്ന് പറയുന്നത് കേൾക്കും. ആ പോരാട്ടം തുടങ്ങുന്നത് എങ്ങനെ? ഞാൻ വീഡിയോകൾ കണ്ടു. ശനിയാഴ്ച അതിവെളുപ്പിന് നടന്ന വീഡിയോ ഞാൻ കണ്ടു. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഹമാസ് ഭീകരരാണ് എന്ന് പറയുന്നവർക്ക് പിന്നീട് തിരുത്തേണ്ടി വരുന്ന ഒരവസ്ഥ കോൺഗ്രസിനും CPM-നകത്തും ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് KK ശൈലജ അങ്ങനെ പറഞ്ഞു എന്ന്. താങ്കൾ ഹമാസിന്റെ വക്താവാണ്? ഒരിക്കലും. തീർന്നു, അവിടെ ഉത്തരം കഴിയും. പറഞ്ഞ കാര്യം ഒരു വാഗ അടർത്തിയെടുത്ത് പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് ഇത് പറഞ്ഞോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദം അവസാനിച്ചാൽ എല്ലായിടത്തും സൗഹൃദമുണ്ടാവും, ഒരു ഉപദ്രവവും ചെയ്യത്തില്ല. തീവ്രവാദിയെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് റിട്ടാലിയേഷൻ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് നെറ്റ് വെച്ചും മറ്റേ സ്കാനർ വെച്ചും ഒന്നും അടിക്കാനൊക്കത്തില്ല. മയോ ക്ലിനിക്കിലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനൊക്കത്തില്ല. ഇതിന് സ്പോട്ട് കണ്ടുപിടിച്ച് ഫോക്കൽ ട്രീറ്റ്മെൻറ്റ് അത് പറ്റത്തില്ല. യുദ്ധത്തിൽ അങ്ങനെ ഇല്ലല്ലോ അല്ലേ? പക്ഷെ വേദന തന്നെയാണ് അത്, അതിൻ്റെ മറുപുറമല്ല. അതിൻ്റെ ഹൃദയപുറം എന്ന് പറയുന്നത് ആ വേദന. അത് ഏത് രാജ്യത്തെ ജനങ്ങളായാലും ശരി തന്നെ, ആ പാവം ജനങ്ങളെ ദ്രോഹിക്കുന്നതാര്? ആ ദ്രോഹിക്കുന്നവൻ ഒടുങ്ങണം എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുക. എന്നിട്ട് പേരുകൾ ആരൊക്കെ ഒടുങ്ങണമെന്ന് പറയും. ഇല്ലല്ല, അത് അവിടുത്തെ ഞാൻ അതാ പറഞ്ഞത്, പൾസാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂർ ഉറപ്പിക്കുന്നത് ആരാ ജയിക്കുന്നതെന്ന് ഉറപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ്, വോട്ടേഴ്സാണ്. ഞാനാണ് അവിടെ നിൽക്കുന്നതെന്ന് എൻ്റെ നേതാക്കളാണ് തീരുമാനിക്കുന്നത്. അല്ല, നിർത്തിയാലുണ്ടാവും. എവിടെയാണെങ്കിലും അത് കണ്ണൂരാണെങ്കിലും കണ്ണൂരായാലും ജയിക്കും. നിൽക്കുന്ന പറഞ്ഞു ജയിക്കുന്നത് ആർക്കും പറയാനൊക്കത്തില്ല, ജനങ്ങൾ തീരുമാനിക്കും. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊരു ജനറൽ പൾസ് അറിയാം. പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ തരം ഇല്ലെങ്കിൽ ജയം ഉറപ്പാണ്. അയ്യോ, ഞാൻ കണക്കൂട്ടാൻ ആര്? കണക്കൂട്ടിയവരെല്ലാം 1-ൽ നിന്ന് 19-ലേക്ക് കര കയറിയോ? കണക്കൂട്ടിയവർ ഇല്ലല്ലോ. 1 19 സാധിച്ചോ അവർക്ക്? ഒലയ്ക്കാവല്ലോ, ഒലച്ചു കൊടുത്തൂടെ? സ്ഥാപിത രാഷ്ട്രീയ മുതലെടുപ്പ് രാഷ്ട്രീയം, അതിലൂടെ ഭരണം കൈയാളൽ, ഈ ചിന്താഗതിയെ നമുക്ക് ഒലച്ചു കൊടുത്തൂടെ? പറ്റുമോ നോക്കട്ടെ മോളെ, ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ. എല്ലാരും ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല. അല്ല, കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത്. അങ്ങനാണെങ്കിൽ 2 വർഷം പിന്നോട്ട് പോയി നോക്കൂ. അതുപോലെ 20 വർഷം പിന്നോട്ട് പോയി നോക്കൂ, 40 വർഷം പിന്നോട്ട് പോയി നോക്കൂ. എവിടെ എത്തി? അതുകൊണ്ട് ഇതുവരെ നടന്നില്ലല്ലോ, അങ്ങനെ പറയാം. അല്ല, രണ്ടിൽ നിന്ന് തുടങ്ങിയതാണത്. അതെ, കേരളം ഇന്ത്യയിലാണ്, അത് മനസ്സിലാക്കാതെ. കേരളം വേറെ രാജ്യമല്ല. അയ്യോ, അടിച്ചെടുത്തല്ലോ എന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കാൻ പോരെ? ഓക്കെ.